ഞാൻ കുറേ തവണ തലകറങ്ങി വീണിട്ടുണ്ട്, പബ്ലിക് സ്ഥലങ്ങളിലൊക്കെ തലകറങ്ങി വീണിട്ടുണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം, ഹസ്ബൻഡ് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ടാഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ നമ്മളുടെ ഒരു യൂട്യൂബർ ഒരു ഫ്രണ്ടുമായിട്ട് ടാഗ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടി ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്ന മാത്രം ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് വെണ്മ എന്നാണ്. ഞാൻ ബ്യൂട്ടി, മേക്കപ്പ്, ഹെയർ ടിപ്പ്, കുക്കിംഗ്, പേരൻറ്റിങ്, വ്ളോഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുട്ടി ചാനലാണിത്. നിങ്ങൾക്ക് എന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറന്നു പോരുത് കേട്ടോ. നിങ്ങളിപ്പോൾ യൂട്യൂബൊക്കെ ഒരുപാട് കാണുന്നതുകൊണ്ട് എല്ലാ യൂട്യൂബേഴ്സും പറയുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിൻ്റെ ആ ഒരു എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അല്ലു ആൻഡ് മീ എന്ന ചാനലിൽ അപർണയായിട്ടാണ് ടാഗ് ചെയ്യുന്നത്. അല്ലു ആൻഡ് മീ എന്ന ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അല്ലു ആൻഡ് മീ എന്നുള്ള ചാനൽ. അപർണ ചെയ്യുന്നത് മേക്കപ്പ്, ബ്യൂട്ടി, കുക്കിംഗ്, പേരൻറ്റിങ്, വ്ളോഗ് ഇതേപോലത്തെ സെയിം കണ്ടന്റ് തന്നെയാണ് അപർണയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ താഴത്തെ കമൻറ്റ് ബോക്സിൽ അപർണയുടെ ചാനൽ ലിങ്കും കാര്യങ്ങളും, അപർണ ചെയ്യുന്ന ഈ ടാഗ് വീഡിയോ തന്നെ അപർണ ചെയ്യുന്നുണ്ട്, ആ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട് അതിലേക്ക് പോയി നോക്കാനായിട്ട്, സെർച്ച് ചെയ്തൊന്നും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വൈറലായ വീഡിയോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈറലായ വീഡിയോ എനിക്ക് ആക്ച്വലി 2 ചാനലുണ്ട്. ബ്യൂട്ടി ചാനലും ഉണ്ട്, കുക്കിംഗ് ചാനലും ഉണ്ട്. ഞാനിപ്പം ബ്യൂട്ടിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ബ്യൂട്ടി ചാനലിലാണ് വൈറലായെങ്കിൽ ആദ്യമായിട്ട് വൈറലായ വീഡിയോ ഡെലിവറി സ്റ്റോറിയാണ്. ഞാൻ എൻ്റെ ഡെലിവറി കഥകളൊക്കെ ഒരു സ്റ്റോറി രൂപത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഭയങ്കര പേടിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ ഞാൻ പേടിച്ചുകൊണ്ടാണ് എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയ ഒരു സംഭവമായിരുന്നു ഡെലിവറി എന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ പേടിച്ചതിൻ്റെ ഒന്നും അത്രയും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ നോർമലായി പെട്ടെന്ന് തന്നെ ഡെലിവറി കഴിയുകയും ഹെൽത്തി ആയിട്ടൊരു ബേബിയെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ കുറേ പേർക്കൊക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് വന്നിട്ട് ചേച്ചി താങ്ക്സ്, ഇത്രയും ഒരു പോസിറ്റീവ് എനർജി കിട്ടി ഈ വീഡിയോയിൽ നിന്ന്, വേഗം ലേബർ റൂമിലേക്ക് പോകാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം എനിക്ക് ഒരു 53K വ്യൂസ് ആയിരുന്നു അതിനകത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് ടൈം വൈറലായ വീഡിയോ. 2ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത മേക്കപ്പ് പ്രോഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത മേക്കപ്പ് പ്രോഡക്റ്റ് എന്ന് പറയാനായിട്ട് എല്ലാവരെയും പോലെ തന്നെ ഞാൻ ലാക്മേയുടെ ഐലൈനർ, അന്ന് 80 രൂപ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു, അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറേ പേരൊക്കെ അതൊരു മേക്കപ്പ് പ്രോഡക്റ്റ് അല്ല എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക്കാണ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. നിങ്ങളെല്ലാവരും ലിപ്സ്റ്റിക് ആയിരിക്കാം യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? എനിക്കും അതുപോലെ തന്നെ ഇപ്പോഴും എനിക്ക് മേക്കപ്പ് പ്രോഡക്റ്റുകളിൽ ഏറ്റവും ഇഷ്ടം ലിപ്സ്റ്റിക്ക് തന്നെയാണ്. 3ാമത് വന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യമായി തല കറങ്ങി വീണ അനുഭവം. ആദ്യമായിട്ട് തല ഇറങ്ങി വീണത് ശരിക്കും ഞാൻ കുറേ തവണ തല ഇറങ്ങി വീണിട്ടുണ്ട്, പബ്ലിക് സ്ഥലങ്ങളിലൊക്കെ തല ഇറങ്ങി വീണിട്ടുണ്ട്. ഞാൻ പണ്ട് ഒരുപാട് മെലിഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ആളായിരുന്നു. ഫുഡൊന്നും അധികം കഴിക്കില്ലായിരുന്നു. ഇപ്പം ഞാൻ തിരിച്ചായിട്ട് ഒരുപാട് ഫുഡ് കഴിക്കുമെങ്കിലും കുറച്ചായിട്ടേ ഞാൻ വണ്ണം വെച്ച് വരുന്നുള്ളൂ. ചിലപ്പോൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. ഫീഡിങ് ഒക്കെ നിന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ വണ്ണം വയ്ക്കുമായിരിക്കും. അപ്പം എന്തായാലും അതിന് മുന്നേ ചെറുതായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് മെലിഞ്ഞിട്ടായിരുന്നു, ഫുഡൊന്നും കഴിക്കില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ തല ഇറങ്ങി വീഴുമായിരുന്നു. ആ ഒരു സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുമായിരുന്നു. അപ്പോൾ അന്ന് അച്ഛനും ഞാനും ചേച്ചിയും കൂടെ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ തറവാട്ടിലേക്ക്. അന്നൊന്നും കഴിക്കാതെ ആയിരുന്നു തോന്നുന്നു. അന്ന് ഞാൻ ബസ്സിൽ വെച്ച് തല കറങ്ങി വീണു. അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ബഹളമായി. എല്ലാവരും ബസ്സൊക്കെ നിർത്തി എന്നെ ഒരു സീറ്റ് നിൽക്കുമായിരുന്നു. അപ്പം സീറ്റിലോട്ട് വീഴ്ത്തി ഡ്രൈവർക്ക് കുടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം കുപ്പി എടുത്തു വെള്ളം കുടിച്ചു. അങ്ങനെ ആ ഒരു സംഭവമാണ് എനിക്ക് എന്നും ഓർമ്മയുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈം വീണത് അതാണെന്ന് തോന്നുന്നു. അപ്പം ഒത്തിരി നാണക്കേട് പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. ആ ഒരു പ്രായത്തിൽ ഒരുപാട് പേര് കണ്ടില്ലേ എന്നൊക്കെ ഓർത്തിട്ട്. പിന്നെയും വീണിട്ടുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും ബസ്സിൽ തലകറങ്ങി വീണിട്ടുണ്ട്. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പൊക്കെ ഇട്ട് കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം തലകറക്കം എനിക്ക് ശരിക്കും ഒരു നാണം കെട്ട ഒരു അനുഭവമായിട്ട് ഓർമ്മയിലുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ.
വിളിക്കാത്ത കല്യാണത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ തറവാട്ടിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കുമായിരുന്നു. അത് കുറച്ച് വലുതായി കഴിഞ്ഞേട്ടാ, കല്യാണത്തിനൊക്കെ കുറേ വർഷം മുമ്പ്. അപ്പോൾ ആ സമയത്ത് ഒരു 5-6 വർഷം മുമ്പ് ആ സമയത്ത് ഇങ്ങനെ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ നിൽക്കാറുണ്ടായിരുന്നു. അച്ഛൻ്റെ അനിയൻ്റെ മോളുണ്ട് അവിടെ, അവൾക്ക് കൂട്ടായിട്ട് പോയി ഇങ്ങനെ നിൽക്കാറുണ്ടായിരുന്നു. അപ്പം അവരുടെ വീട്ടിൽ വിളിച്ചിട്ടുള്ളൊരു കല്യാണത്തിന് രാത്രി പോകണമായിരുന്നു. അപ്പോൾ എനിക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് ഇരിക്കാനും പുറത്തിറങ്ങാനും ഒക്കെ ഭയങ്കര പേടിയാണ്. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ ചേട്ടൻ്റെ മോളാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണത്തിന് പോയി കഴിച്ചിട്ടുണ്ട്. അത് റിസപ്ഷനാട്ടോ, കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് പോയിട്ടുണ്ടായിരുന്നത്. 5ാമതായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ടിക്കറ്റ് എടുക്കാതെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ടിക്കറ്റ് എടുക്കാതെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഈ അടുത്ത് നടന്ന സംഭവമാണ്. ഞാൻ ഇവിടെ എറണാകുളത്താണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എറണാകുളത്താണ് താമസിക്കുന്നത്. കോട്ടയത്താണ് എൻ്റെ സ്വന്തം വീട്. അപ്പം കോട്ടയത്തു നിന്ന് എറണാകുളം വരെയുള്ള സമയത്ത് ഒരു പ്രാവശ്യം ഓടി റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ട്രെയിൻ വന്ന് കിടക്കുമായിരുന്നു. ഇപ്പം പുറപ്പെടാറായി കിടക്കുമായിരുന്നു. അനൗൺസ് ചെയ്യില്ല ഉടനെ പുറപ്പെടുന്നു. അപ്പം ഞാൻ വേഗം ചാടിക്കറി TTR വരുവാണെങ്കിൽ എക്സ്ട്രാ കാശ് കൊടുത്ത് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ TTR വന്നില്ല. ടിക്കറ്റ് എടുക്കാതെ എറണാകുളം വരെ വന്നു. പക്ഷേ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ സംഭവിച്ചു. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ചിങ്ങവനത്തു നിന്ന് വണ്ടി കയറാനായിട്ട് വന്നപ്പോൾ ഇതുപോലെ ട്രെയിൻ വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പം മെമു ട്രെയിൻ ആയിരുന്നു. അപ്പം ഞാൻ വേഗം കുഞ്ഞുണ്ട് എൻ്റെ കയ്യിൽ, കുഞ്ഞോട്ട് വേഗം ഞാൻ നടന്ന് അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും ഹസ്ബൻഡ് ഓടിപ്പോയി ടിക്കറ്റ് എടുക്കാനായിട്ട് തന്നെ പോയിട്ട് അവിടെ പറഞ്ഞു ഒന്ന് നിർത്തണേ, നമ്മളൊന്ന് കയറിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം മെമു ട്രെയിൻ ആയതുകൊണ്ട്, എറണാകുളം വരെയുള്ള മെമു ട്രെയിൻ ആയതുകൊണ്ട് അവരത് നിർത്തി തന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറിയ ശേഷമാണ് ട്രെയിൻ വിട്ടുപോയത്. വലിയ ദൂരയാത്രയിലൊക്കെ പോകുന്ന ട്രെയിനൊന്നും അങ്ങനെ നിർത്തി തരില്ല കേട്ടോ, മെമു ആയതുകൊണ്ട് നിർത്തി തന്നതാണ്. 6ാമതായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, പല്ല് തേക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? പല്ല് തേക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. കുറച്ച് ഒരു 10+1 ആ സമയത്തൊക്കെ പല്ലൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ ഞായറാഴ്ചകളില്ല, ശരിക്കും എപ്പോഴും അമ്മ കൊണ്ടുവന്ന് കാപ്പി ബെഡിൽ തന്നെ വിളിച്ച് തരുമായിരുന്നു. അപ്പം ജസ്റ്റ് മുഖം കഴുകി കാപ്പി കുടിക്കുമായിരുന്നു. പല്ല് തേക്കാതെ കാപ്പി കുടിക്കുന്ന ഒരു ടേസ്റ്റ് അന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പം ആ സമയത്ത് മറന്നു പോകും. പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോൾ അയ്യോ പല്ല് തേച്ചില്ലല്ലോ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പല്ല് തേക്കും. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം കുറച്ചുകൂടെ മെച്ചേർഡായില്ല. ഇപ്പം എല്ലാം നോക്കി രാവിലെ എണീറ്റ് ഫ്രഷായി പല്ലൊക്കെ തേച്ചിട്ട് നമ്മൾ തന്നെ വേണമല്ലോ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുക. അപ്പം പല്ലൊക്കെ തേച്ചിട്ട് നേരെ അടുക്കളയിൽ പോകുന്ന കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം? യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മൾ വെറുതെ അങ്ങനെ തുടങ്ങി. ഞാനിത് ശരിക്കും ഫസ്റ്റ് ടൈം തുടങ്ങിയിട്ടുണ്ടായിരുന്ന കുക്കിംഗ് ചാനലാണ് വെൺമാസ് ടേസ്റ്റ് ഹബ്. കണ്ടു നോക്കുക കേട്ടോ. അപ്പം ആ ചാനലായിരുന്നു ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാനിങ്ങനെ ഫേസ് ഒന്നും കാണിക്കാതെ വെറുതെ കുക്കിംഗ് വീഡിയോസ് ഇടുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഫോഴ്സ് ചെയ്യുമായിരുന്നു, നീ ഫേസ് കാണിച്ചിടുമെങ്കിലല്ലേ ആൾക്കാർ കാണുള്ളൂ, ആൾക്കാർക്ക് ഇഷ്ടം നമ്മൾ നേരിട്ട് വന്ന് കാണിക്കുന്നതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ വരില്ലേ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പം പുള്ളി പറഞ്ഞു അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അങ്ങനെയൊക്കെ വരും, അതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ടൈം ഫേസ് കാണിച്ചിട്ടിട്ടു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്ന് നല്ല റെസ്പോൺസ് ആയിരുന്നു, നന്നായിട്ടുണ്ടെന്ന് ഇനിയും ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് പണ്ടേ ഉള്ളൊരു പാഷനായിരുന്നു കുക്കിങ്ങിനോടൊപ്പം തന്നെ ഉള്ളായിരുന്നു മേക്കപ്പ്. ഞാൻ പണ്ടൊന്നും അല്ലെങ്കിൽ മുഖത്ത് ഓരോന്നൊക്കെ ഇടുമായിരുന്നു. അപ്പം വീട്ടുകാരെല്ലാം പറഞ്ഞു നീ മേക്കപ്പൊക്കെ ചെയ്ത് ഇതാകുന്നല്ലേ, അപ്പം നീ ട്രൈ ചെയ്യും. അതായത് നാച്ചുറൽ റെമഡീസ് ആയിരുന്നു ഞാൻ കൂടുതലും ചെയ്യുന്നത്. അപ്പം തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ ബ്യൂട്ടി ചാനൽ തുടങ്ങിയത്. ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്ക്. അത് ആരും കണ്ടില്ലെങ്കിലും ശരി ഞാൻ വീഡിയോ ഇടുമെന്ന് തന്നെ വിചാരിച്ച് തുടങ്ങിയ ചാനലാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, വാട്സാപ്പിലെ ഏറ്റവും ലാസ്റ്റ് ചാറ്റ്, ആ ആളുമായിട്ടുള്ള റിലേഷൻ, ഈ വീഡിയോ ചെയ്യുന്ന ടൈം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പാണല്ലോ കിടക്കുന്നത്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ചാറ്റ് വന്ന് പിൻഡ്രോഫ് നോൺസെൻസ് എന്ന് പറഞ്ഞിട്ട്, കാണാമെന്നറിയില്ല, ഒരു ഗ്രൂപ്പാണ്. ഇതിൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടുണ്ടാക്കിയ ഗ്രൂപ്പാണ്. അതിലെപ്പോഴും വന്ന അവളുമാരൊക്കെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഇങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ ചാറ്റാണ് ഇപ്പം 1:34 സമയം 1:31 വന്ന് കിടക്കുന്ന മെസ്സേജാണത്. അതാണ് ലാസ്റ്റ് ചാറ്റ്. 9ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും സങ്കടപ്പെട്ടതുമായ നിമിഷങ്ങൾ? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് കല്യാണം നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് എപ്പോഴും ചെറിയ കാര്യങ്ങളാകട്ടെ, ഇപ്പം ഏറ്റവും ഒരുപാട് ചെറിയൊരു കാര്യമാണെങ്കിൽ സന്തോഷിക്കാനുള്ള കാര്യമാണെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയും സങ്കടപ്പെടാനുള്ള കാര്യമാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു നേച്ചറാണ്, അമിതമായിട്ട് കാണിക്കും. അപ്പം ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ കല്യാണം നടന്നപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, പിന്നെ എനിക്ക് കുഞ്ഞുണ്ടായപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിയെ കിട്ടണമെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡെലിവറി ഒരുപാട് പേടിച്ച് ചെയ്തതായിരുന്നു. നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഡെലിവറി ടൈമൊക്കെ ഒത്തിരി പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ ഈസിയായി പെട്ടെന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിയെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. മോനുണ്ടായത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു ജീവിതത്തിൽ.
പിന്നെ സങ്കടം ഈ പറഞ്ഞ പോലെ ഞാൻ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പ്രഗ്നൻസി അറിഞ്ഞ് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോഴത്തേന് അമ്മയ്ക്കൊരു കാർഡിയാക് അറസ്റ്റ് വന്നു. അപ്പം വെന്റിലേറ്റർ സപ്പോർട്ട് കൂടിയാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. ഒരു 3 വീക്സോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ഫുള്ള് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു, അമ്മയുടെ അടുത്ത് തന്നെയായിരുന്നു. അപ്പം ICUവിൻ്റെ അതൊക്കെ എന്നും ഇങ്ങനെ നോക്കിയിരിക്കും, എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഡോക്ടർ പറയുന്നു. പക്ഷേ ഡെയിലി ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് ഡെയിലി അവർ വന്ന് പറയണേ ഇന്ന പ്രശ്നം കാണിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പം ഒരുപാട് സങ്കടത്തിലൂടെ കടന്നുപോയ ഒരു സമയമായിരുന്നു. അതാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സങ്കടമായിട്ടുള്ള നിമിഷവും. എന്നാൽ അമ്മ റിക്കവറായി വന്നതായിരുന്നു ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. പക്ഷെ അത് പെട്ടെന്ന് റിക്കവർ ആയതല്ല, പതിയെ ആ കുഴപ്പമില്ല, റിക്കവറായി വരുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാണ് റിക്കവറായി വന്നത്. അതായിരുന്നു എനിക്ക് സങ്കടവും സന്തോഷവും ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അതായത് കല്യാണവും കുട്ടികളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ കല്യാണം കഴിയാത്തവരാണെങ്കിൽ വേറെ എന്തെങ്കിലും ജീവിതത്തിൽ നമ്മുടെ ലൈഫുമായിട്ട് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. 10ാമത്തെ ക്വസ്റ്റ്യനാണ്, ഹസ്ബൻഡ് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇത് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം, പറയുന്നതിലും നല്ല നിങ്ങളെ കാണിച്ചു തരുന്നല്ലേ. അപ്പോൾ ഇതാണ് ഹസ്ബൻഡ് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പം കുട്ടികളൊന്നും ആകാതെ ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ഏറ്റവും വിലമതിച്ച ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവനെ അറിയാത്തവരുണ്ട്, അറിയാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ. എൻ്റെ മോനാണ്, എയ്തൻ എന്നാണ് പേര്. ഞങ്ങൾ വീട്ടിൽ ഗുഡു എന്ന് വിളിക്കും. 1.5 വയസ്സായിട്ടുണ്ട്. അപ്പം ഞാൻ ഹസ്ബൻഡും മോനുമാണ് വീട്ടിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ, ചെറിയൊരു കുട്ടി വീഡിയോ ആയിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒരു ടാഗ് പോലെ നിങ്ങളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന യൂസ്ഫുൾ ആവുന്ന എൻ്റർടൈനിങ് ആകുന്ന നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.